Everything is so good. Look at it. Nom 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 nom. നമസ്കാരം, എല്ലാവർക്കും മറ്റൊരു കുക്കിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിൽ പലരും ഓവൻ ഇല്ലാത്തത് കൊണ്ട് നമ്മൾ പിസ്സ ഉണ്ടാക്കാറില്ല. പക്ഷേ അതിൻ്റെ ആവശ്യമില്ല. ഓവൻ ഇല്ലാതെ നമ്മുടെ മറ്റുള്ള അതേ ഫ്രൈ പാൻ ഉപയോഗിച്ച് നമുക്ക് വളരെ അതിസുന്ദരമായ പിസ്സ ഉണ്ടാക്കാൻ സാധിക്കും. വളരെ ഈസിയാണ്, വളരെ ഡെലീഷ്യസാണ്. അങ്ങനെ ഒരു പിസ്സ നമുക്കുണ്ടാക്കാം. ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്നത് സെൽഫ് റൈസിങ് ഫ്ലോറാണ്. ഫ്ലോർ തന്നെ, അതിൻ്റെ കൂടെ ബേക്കിംഗ് പൗഡർ യൂസ് ചെയ്തിട്ടുണ്ടെന്നുള്ളേ ഉള്ളൂ. നമ്മൾ ഉപയോഗിക്കുന്ന 2 കപ്പിനുള്ള പൊടിയാണ്. 1 ടേബിൾ സ്പൂൺ കട്ടതൈര്, ആവശ്യത്തിനുള്ള ഉപ്പ്. നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. രണ്ട് കപ്പ് പൊടിക്ക് 1 കപ്പ് വെള്ളമാണ് നമുക്ക് വേണ്ടത്. ഏകദേശം 300 കോടി പിസ്സയാണ് ഒരു വർഷം US-ൽ മാത്രം വിറ്റുപോകുന്നത്. അതായത് ഏകദേശം 46 സ്ലൈസ് പിസ്സ പെർ പേഴ്സൺ കഴിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. ഇത് നന്നായിട്ട് നീഡ് ചെയ്യാം ഒരു 5 മിനിറ്റ് നേരത്തോളം. നമ്മളിനി ചെയ്യാൻ പോകുന്നത്, നന്നായി നീടുന്നതിന് മുമ്പ് പൊടി ഇച്ചിരി ഫ്ലോറിലിട്ട് കൊടുക്കാം. അത് കഴിഞ്ഞ് നമുക്ക് 2 കൈയ്യിലും കുറേശ്ശെ പൊടി പറ്റിക്കാം. വളരെ സോഫ്റ്റായിട്ടുള്ളൊരു മിക്സാണ് നമുക്ക് ഉണ്ടാക്കേണ്ടത്. ഇനി സ്വല്പം എണ്ണ ഒഴിക്കാം. ഒരുപാട് വേണ്ട, 1 ടേബിൾ സ്പൂൺ മതി. നമ്മളിത് പിസ്സയ്ക്ക് വേണ്ട ബേസ് ആയിട്ടുള്ള സോസ് നമുക്ക് ഉണ്ടാക്കണം. ടൊമാറ്റോ ബേസ്ഡ് ആയിട്ടുള്ള സോസാണ്. ആദ്യം നമുക്ക് അതിന് വേണ്ട ഒലീവ് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഒരു 2-3 ടീസ്പൂൺ ഒലീവ് ഓയിൽ. വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. 4 ചെറിയ വെളുത്തുള്ളികളാണ് കേട്ടോ ഇട്ടിരിക്കുന്നത്. ആ പൊട്ടലും ചീറ്റിലും കുറഞ്ഞ് വരുമ്പോഴത്തേക്കും 1 സവോള അരിഞ്ഞത് ഇടുവാണേ. നന്നായിട്ട് കുനുകുനാന്ന് അരിഞ്ഞതാണ്. ആവശ്യത്തിനുള്ള ഉപ്പ്, സ്വല്പം ഒറിഗാനോ ബേസിൽ ലീവ്സ് നമുക്ക് ഇട്ട് കൊടുക്കാം. ബ്ലാക്ക് പെപ്പർ പൗഡർ, അതിലേക്ക് 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 2 ടൊമാറ്റോ ആണ് അടിച്ചു വെച്ചിരിക്കുന്നത്. അതിൻ്റെ സീഡ്സോ സ്കിന്നൊന്നും കളയാതെ ജസ്റ്റ് ഒന്ന് മിക്സിക്കകത്തിട്ട് നന്നായിട്ട് പേസ്റ്റാക്കി എടുത്തു. അത് കളയേണ്ടവർക്ക് കളയാം, കളഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല. അര ഗ്ലാസ് വെള്ളം ഒഴിക്കാം. ഒരു 20 മിനിറ്റ് വെന്താലേ ടൊമാറ്റോയുടെയും അതുപോലെ ഒനിയൻ്റെയും പച്ചച്ചവ മാറി കിട്ടുള്ളൂ. നമുക്കിത് ഇടയ്ക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. വെജിറ്റബിൾസ് കട്ട് ചെയ്യാൻ പോവാം. ഇത് ടോപ്പിങ്സിന് ആവശ്യമുള്ള വെജിറ്റബിൾസ് കട്ട് ചെയ്യണം. നമ്മൾ വളരെ കനം കുറച്ച് വേണം കട്ട് ചെയ്യാനായിട്ട്. റെഡ് ക്യാപ്സിക്കം കൂടി എടുക്കാം, നല്ല കളർഫുള്ളായിട്ടിരിക്കാനായിട്ട്. മഷ്റൂംസ് കനം കുറച്ച് കട്ട് ചെയ്യാം. സ്വല്പം ഒന്നിനോട് ഉപയോഗിക്കാം. ഏറ്റവും പുറത്തെ ഭാഗം നമുക്ക് കളയാം. നമുക്ക് വേണ്ട വെജിറ്റബിൾസ് എല്ലാം നമ്മൾ കട്ട് ചെയ്തു. ഇനി ഇത് നമുക്കൊന്ന് ഫ്രൈ പാനിലിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. നമ്മുടെ സോസ് ഏകദേശം റെഡി ആയിട്ടുണ്ട്. 20 മിനിറ്റ് കഴിഞ്ഞു. ഇത് ഒരു കാര്യം ശ്രദ്ധിക്കാൻ, നല്ല തിക്കായിരിക്കണം ഇത്, അല്ലെങ്കിൽ നമ്മുടെ ഡോയിലേക്ക് ഇത് അബ്സോർവ് ചെയ്ത് ഡോ ക്രിസ്പി ആയിട്ട് കിട്ടില്ല. ഇപ്പോൾ നമ്മുടെ സോസ് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വെക്കാം. വെജിറ്റബിൾസ് ഉണ്ടാക്കാം. നേരിട്ട് ഫ്രൈ പാൻ വെക്കുക, തുടച്ചിട്ട് ഒലിവ് ഓയിലാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. ഇവിടെ വെജിറ്റബിൾസ് നമുക്ക് ഇട്ട് കൊടുക്കാം. മഷ്റൂം അരിഞ്ഞത് നമുക്ക് ഇട്ട് കൊടുക്കാം. ജസ്റ്റ് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. പെപ്പർ പൗഡർ ഇടാം. സ്വല്പം ഒരു ഇട്ട് കൊടുക്കാം. ബേസ് ലീവ്സും സ്വല്പം ഇട്ട് കൊടുക്കാം. നല്ല ഉപ്പിട്ട് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുക. അത് നമുക്കിത് ഫ്രൈ പാനിൽ നിന്ന് എടുത്ത് മാറ്റാവുന്നതാണ്. നല്ല സ്മെല്ലാണ് വരുന്നത് കേട്ടോ. ബേസ് ഉണ്ടാക്കാൻ പോകണേ. നമ്മുടെ മസാലാസ് എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി വേണ്ട ബേസ് ഉണ്ടാക്കുവാണ് നമ്മൾ. സ്വല്പം സ്വല്പം പൊടിയിട്ട് കൊടുക്കാം. അടിപൊളി സോഫ്റ്റായിട്ട് കിട്ടി. കണ്ടാ, മുറിച്ചെടുക്കുക. ഇത്
അത് നമ്മൾ കൈ കൊണ്ട് തന്നെയാണ് ഇത് ചെയ്യേണ്ടത് കേട്ടോ. ഇനി നമുക്കിതൊന്ന് ഫ്രൈ പാനിലിട്ട് റെഡിയാക്കി എടുക്കാം. എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഈ ഫ്രൈ പാനിലേക്ക് ഇടുന്നതിന് മുമ്പായിട്ട് ഒരു സൈഡ് നന്നായിട്ട് വേവിച്ചെടുക്കണം. മറു സൈഡ് വേകുന്നതിന് മുമ്പ് ഈ വെന്ത സൈഡിൽ വേണം നമുക്ക് മസാലകൾക്ക് ഇട്ട് കൊടുക്കാനായിട്ട്. ഓക്കെ, നമ്മൾ ഫ്രൈ പാനിൽ വെച്ചിട്ടുണ്ട്. നമുക്കത് മൂടി വെച്ചൊന്ന് വേവിച്ചെടുക്കാം. ഒരു സൈഡ് മെയിനായിട്ട് വെന്ത് കിട്ടണം നമുക്ക്. അതൊരു 3-4 മിനിറ്റ് വെച്ച് വേവിച്ചെടുക്കണം നമുക്കത്. തിരിച്ചിട്ട് കൊടുക്കാം. സി ഇതിൻ്റെ അടിയായി. ഓ യാം ഇത്ര ആക്കി നമുക്ക് നമ്മളിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം. ഇനി ഇതിൻ്റെ പുറത്ത് വേണം നമുക്ക് ടൊമാറ്റോ പേസ്റ്റ് അപ്ലൈ ചെയ്യാനായിട്ട്. ബേസ് ഇട്ടു. ഇനി അതിൻ്റെ മുകളിലേക്ക് ചീസ് ഇടുക. ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് സ്വല്പം പെപ്പറോണി വെച്ച് കൊടുക്കാം. അതേപോലെ ഒന്ന് സ്വല്പം ഹാം, വെജിറ്റബിൾസ് ഇട്ട് കൊടുക്കുക. നമുക്ക് ജാൽപ്പനോസ് ഇടുന്നൊരു സ്വല്പം എരിവ് കിട്ടാൻ നല്ലതാണ്. എരിവ് ഇഷ്ടമുള്ളവർക്ക് ായിട്ടുള്ള റെഡ് ചില്ലീസ് ഇട്ട് കൊടുക്കുക. മൊസറല്ല ചീസ് സ്വല്പം 5 to 7 മിനിറ്റ്സ് നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. നമുക്ക് മൂടി വെക്കാം. ബ്യൂട്ടിഫുൾ. നമ്മുടെ ഇപ്പോഴത്തെ മോഡേൺ പിസ്സ ഉണ്ടായത് മെയിനായിട്ടും നമുക്ക് ഇന്ന് കട്ട് ചെയ്യുന്ന 18-ാം നൂറ്റാണ്ടിൻ്റെയും 19-ാം നൂറ്റാണ്ടിൻ്റെയും ആദ്യത്തോടെ ഇറ്റലിയിലുള്ള നേപ്പിൾ എന്ന സ്ഥലത്തു നിന്നാണ്. സംഭവം അടിപൊളിയായിട്ടുണ്ടോ കേട്ടാ, തകർത്തു. Please hit the notification bell down below. Subscribe. Hit the like button, please. I beg you. ടേസ്റ്റിയാണ്. നമുക്ക് ഓവൻ്റെ ഒരു ആവശ്യമില്ല. വളരെ നന്നായിട്ട് അതിൻ്റെ അടി കണ്ടോ, വളരെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. നല്ല ക്രിസ്പിയാണിത്. വളരെ എളുപ്പമാണ്. എൻജോയ്. It's really good. The dough is really crispy and very soft. It's very good and you should make it at home.